കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 ഏപ്രിൽ 16 ബുധനാഴ്ച. 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ അരങ്ങേറിയ ഫോർമുല 1 കാറോട്ട മത്സരം നേരിട്ട് കാണാനെത്തിയത് 1,50,000 പേർ. അവസാന ദിവസം മാത്രം സർക്യൂട്ടിലെത്തിയത് 37,700 പേരാണ്. ദക്ഷിണ കൊറിയ, തുർക്കി, ഇന്ത്യ, ഫിലിപ്പീൻസ്, UK തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നടക്കം 12,000 വിദേശികൾ ഗ്രാൻഡ് പ്രീക്ക് മാത്രമായി ബഹ്റൈനിലെത്തിയതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എല്ലാ വർഷവും ഫോർമുല 1 കാറോട്ട മത്സരത്തിന് ജനപിന്തുണ വർദ്ധിച്ചു വരികയാണെന്നും ഇത് മോട്ടോർ സ്പോർട്സിൻ്റെ ജനപ്രീതിയെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും BIC ചെയർമാൻ ആരിഫ് റഹീമി പറഞ്ഞു. ട്രാക്കിനകത്തെ പോരാട്ടത്തോടൊപ്പം പുറത്തു നടന്ന വിനോദ പരിപാടികളും ഗ്രാൻഡ് പ്രിയുടെ ആകർഷണം വർദ്ധിപ്പിച്ചതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗതാഗത നിയമലംഘനത്തെ തുടർന്നുണ്ടാകുന്ന പിഴകൾ അടയ്ക്കാൻ 30 ദിവസത്തെ കാലാവധി അനുവദിക്കണമെന്ന നിർദ്ദേശത്തെ ഷൂറ കൗൺസിൽ നിരസിച്ചു. പാർലമെന്റ് ഈ നിർദ്ദേശം അംഗീകരിച്ചതിനെ തുടർന്നാണ് ഷൂറ കൗൺസിലിലേക്ക് അവലോകനത്തിന് വേണ്ടി ഇത് എത്തിയത്. കഴിഞ്ഞ വർഷം മാത്രം രാജ്യത്ത് ഗതാഗത നിയമലംഘനത്തിൽ പിടിയിലായത് 4,70,000 പേരാണ്. ഇവരടക്കം പിഴയൊടുക്കാനുള്ളവർക്ക് നിലവിലുള്ള 7 ദിവസത്തെ കാലാവധി 30 ദിവസത്തിലേക്ക് മാറ്റാനായിരുന്നു നിർദ്ദേശം. MP ഡോക്ടർ അലി അൽ നുഐമിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു നിർദ്ദേശം മുന്നോട്ട് വച്ചത്. കൂടാതെ നിയമലംഘകർ 30 ദിവസത്തിനുള്ളിൽ പിഴയടയ്ക്കാൻ തയ്യാറായാൽ പകുതി തുകയാക്കി പിഴ കുറയ്ക്കണമെന്നും നിർദ്ദേശത്തിലുണ്ടായിരുന്നു. എന്നാൽ കുറ്റക്കാരെ ശിക്ഷിക്കാൻ മാത്രമല്ല, വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കാനാണ് പിഴകൾ ചുമത്തുന്നതെന്നും പിഴ അടയ്ക്കൽ വൈകിപ്പിക്കുന്നതിലൂടെ നിയമത്തിൻ്റെ പ്രതിരോധ സ്വഭാവത്തിന് കോട്ടം സംഭവിക്കുമെന്നും അത് ഗതാഗത അച്ചടക്കത്തിൽ നിന്നും റോഡ് സുരക്ഷയിൽ നിന്നും ജനങ്ങളെ മാറ്റി നിർത്താൻ പ്രേരിപ്പിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഷൂറ കൗൺസിൽ നിർദ്ദേശം തള്ളിക്കളഞ്ഞത്. സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ 2025-26 വർഷത്തെ ഭരണസമിതി നിലവിൽ വന്നു. വാർഷിക പൊതുയോഗത്തിൽ മുഖ്യ ഭരണാധികാരി കൂടിയായ അനിൽ പിയുടെ സാന്നിധ്യത്തിലാണ് നിലവിലെ ഭരണസമിതി അടുത്ത 2 വർഷത്തേക്ക് കൂടി തുടരാൻ തീരുമാനിച്ചത്. 9 അംഗ ഭരണസമിതിയിൽ സനീഷ് കൂറമുള്ളിൽ ചെയർമാനായും, സതീഷ് കുമാർ വൈസ് ചെയർമാനായും, ബിനുരാജ് രാജൻ ജനറൽ സെക്രട്ടറിയായും, ദേവദത്തൻ അസിസ്റ്റന്റ് സെക്രട്ടറിയായും, അജികുമാർ ട്രഷററായും, ശിവജി ശിവദാസൻ അസിസ്റ്റന്റ് ട്രഷററായും, രജീഷ് ശിവദാസൻ പബ്ലിക് റിലേഷൻസ് സെക്രട്ടറിയായും, രഞ്ജിത്ത് വാസപ്പൻ മെമ്പർഷിപ്പ് സെക്രട്ടറിയായും, ബിനുമോൻ ചുങ്കപ്പാറ എൻ്റർടൈൻമെൻറ്റ് സെക്രട്ടറിയായും, അജിത് പ്രസാദ് ഇന്ത്യൻ ഓഡിറ്ററായും പ്രവർത്തിക്കും. സാമൂഹ്യ നന്മയും ജനോപകാരമായ പ്രവർത്തന പരിപാടികളും വരും ദിവസങ്ങളിലും നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വടകര സ്വദേശിയും ഏറെക്കാലം ബഹ്റൈൻ പ്രവാസിയുമായിരുന്ന K. രാമചന്ദ്രൻ്റെ നിര്യാണത്തിൻ്റെ 1 വർഷം പിന്നിടുന്ന സാഹചര്യത്തിൽ വടകര സഹൃദയവേദി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ജനറൽ സെക്രട്ടറി ശശിധരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് R. പവിത്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ശ്രീജിത്ത്, റഷീദ് മാഹി, പ്രവീൺ നായർ, ചെമ്പൻ ജലാൽ, അജിത് കണ്ണൂർ, KR നായർ, UK ബാലൻ, മുജീബ് മാഹി, ഗോപാലൻ മണിയൂർ, ഷാജി മൂത്തല, അനീഷ്, സജിത്ത്, ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, AP ഫൈസൽ, OK ഖാസിം, ബാബു കുഞ്ഞിരാമൻ, ശിവകുമാർ കൊല്ലറോത്ത്, MM ബാബു, സജിത്ത് വെള്ളിക്കുളങ്ങര എന്നിവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് പരേതൻ്റെ ഇഷ്ടഗാനങ്ങൾ ജോളി കൊച്ചിത്ര, ഋതു വിനീഷ്, സുരേഷ് മണ്ടോടി, ഹനീഫ എന്നിവർ അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് NP അഷ്റഫ് നന്ദി പറഞ്ഞു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ, 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അൽ ഹിദായ സെന്റർ മലയാള വിഭാഗം ഹിന്ദ് സെന്ററിൽ വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു.
സയ്യിദ് മുഹമ്മദ് ഹംറ സ്വാഗതം പറഞ്ഞ സദസ്സിൽ ഈ നന്മകൾ തുടരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി വസീം അൽ ഹൈക്കമി പ്രഭാഷണം നിർവഹിച്ചു. റമദാനിലെ ദിനരാത്രങ്ങളിൽ നാം ആർജിച്ച നന്മകൾ വരുന്ന 11 മാസവും തുടരാൻ ഓരോ വിശ്വാസിയും പ്രതിജ്ഞാബദ്ധരാകണമെന്ന് അദ്ദേഹം സദസ്സിനെ ഓർമ്മിപ്പിച്ചു. അജ്മൽ തറയിൽ നന്ദി പറഞ്ഞു. ടീൻസ് ഇന്ത്യ ബഹ്റിൻ വിദ്യാർത്ഥികൾക്കായി റമദാനിൽ സംഘടിപ്പിച്ച ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ വിജയികളെ പ്രഖ്യാപിച്ചു. പരീക്ഷയിൽ ഹന്നത്ത് നൗഫൽ 1ാം സ്ഥാനവും ഹൈഫ ഹഗ് മിന്നത്ത് നൗഫൽ എന്നിവർ 2ാം സ്ഥാനവും നേടി. അവ്വാബ് സുബൈർ, സഫ ഷാഹുർ ഹമീദ് എന്നിവർ 3ാം സ്ഥാനം കരസ്ഥമാക്കി. ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ധാർമ്മികമായ മൂല്യങ്ങളും കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യം നിറവേറ്റുന്നതിനും ഇത്തരം പരിപാടികൾ സഹായകരമാണെന്ന് സംഘാടകർ പറഞ്ഞു. പരിപാടിക്ക് സാജിദ സലീം, ഫാത്തിമ സ്വാലിഹ്, ബുഷ്ര ഹമീദ്, ഷാനി സക്കീർ, നുഫീല ബഷീർ എന്നിവർ നേതൃത്വം നൽകി. ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് MM സുബൈർ, ടീൻസ് ഇന്ത്യ കോർഡിനേറ്റർ അനീസ് എന്നിവർ വിജയികളെ അഭിനന്ദിച്ചു.